പണ്ട് പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ട് ഇവിടമിലണഞ്ഞല്ലോ മാലിക് ദീനാറും കൂട്ടരും സന്ദേശം കൊണ്ട് ഇസ്ലാമിൽ സന്ദേശം കൊണ്ട് പണ്ട് പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ട് ഇവിടമിലണഞ്ഞല്ലോ മാലിക് ദീനാറും കൂട്ടരും സന്ദേശം കൊണ്ട് ഇസ്ലാമിൽ സന്ദേശം കൊണ്ട്. ഇസ്ലാമിന്റെ ഒരു ആത്മീയ സൗന്ദര്യം ആലോചിച്ച് നോക്കൂ. 5 ലക്ഷം വരുമാനമുള്ള ആളും പടുദരിദ്രനായി ജീവിക്കുന്നയാളും നെറ്റിത്തടം വെക്കുമ്പോഴാണ് നിസ്കാരാവണത്. എങ്ങനെ വെക്കണം? ആൾക്കാര് ചവിട്ടുന്ന ഭൂമിയിൽ നിന്റെ ഏറ്റവും പരിശുദ്ധമായ നെറ്റിത്തടം വെച്ചിരിക്കണം. എന്തിന്? നിന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള കിബറും ഉണ്ടാവാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം വിധികളും ഒഴിഞ്ഞു. അത് കേട്ട് പെരുമാളും മനസ്സകം തെളിഞ്ഞു. ഷഹാദത്തോദി മണ്ണിൽ തെളിഞ്ഞു ജ്യോതി. പണ്ട് പണ്ട് പായ കപ്പൽ കയറിക്കൊണ്ട് ഇവിടമിൽ അണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ട് ഇസ്ലാമിൽ സന്ദേശം കൊണ്ട്. ഇസ്ലാമിനോട് ശത്രുതയും മുസ്ലിമീങ്ങളോട് വൈരാഗ്യവും വെച്ചു പുറത്തുന്ന മുഴുവൻ ആളുകളും ഒന്ന് കേൾക്കാൻ തന്നെ മുത്തുനബി തങ്ങൾ ചെവി തുറക്ക് കേൾക്കാൻ പറയുന്നു. അവിടുത്തെ പരിശുദ്ധമായ വചസ്സുകളിലൂടെ അസൂയ വെച്ചിട്ട് കാര്യമില്ല, ശത്രുത വെച്ചിട്ടും കാര്യമില്ല. ഇത് മുറിച്ചു കളയാൻ കഴിയുന്ന, നുള്ളിക്കളയാൻ കഴിയുന്ന ഒരു ദീനല്ല. ഇത് ലോകത്തെ പടച്ചവന്റെ മതമാണ്. ليبلغن هذا الأمر ما بلغ الليل والنهار. എവിടെയെല്ലാം രാവും പകലും എത്തുമോ അവിടെയെല്ലാം എന്റെ ഈ ദീൻ എത്തുക തന്നെ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഏതു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് ഈ മതം കടന്നു വരിക തന്നെ ചെയ്യും. മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ ഇസ്ലാമിൻ സന്ദേശവും പകുത്ത് മതസൗഹാർദ്ദത്താലെന്ന് കൈകൾ കോർത്ത് പിടിത്ത് അണിയായി നീ